കഴിഞ്ഞ ദിവസം ബാബു പോളിൻ്റെ ഒരു ഓർമ്മ താളുകളിൽ അദ്ദേഹം കുറിച്ചിട്ട വരികൾ, നമ്മളൊക്കെ വീട്ടുകളിൽ ഏറ്റവും നല്ല പ്ലേറ്റുകൾ എടുത്ത് അലമാരിയിൽ വയ്ക്കും. കാരണം എന്തിനാണെന്നറിയോ? വിരുന്നുകാർ വരുമ്പോൾ വിളമ്പാൻ. ഏറ്റവും നല്ല വസ്ത്രം എടുത്ത് ഇടാതെ വെക്കും, എല്ലായിടത്തും പോകുമ്പോൾ ഇടാൻ. പെട്ടെന്നായിരിക്കും ഒരു തളർവാദം പിടിച്ച് ഡിം കിടക്കണത്, അവിടെ കിടക്കും ആ സാധനം അലമാരിയിൽ, അല്ലേ? നല്ല ഏറ്റവും ചളങ്ങിയതിൽ നമ്മൾ ഭക്ഷണം കഴിക്കും. എന്നിട്ട് എല്ലാ സ്വരുക്കും കൂട്ടിച്ച് ചിലപ്പോൾ ബാങ്കിൽ ഡിപ്പോസിറ്റൊക്കെ ആയിട്ടിടും. ഒരു 10-60 വയസ്സാകുമ്പോഴേക്ക് PSC പാസ്സാവും. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഇത് മൂന്നും കിട്ടും. അത് കഴിയുമ്പോൾ ഓർമ്മയുണ്ടാവില്ല, വെളിവുണ്ടാവില്ല, ബാങ്കിലിട്ട കാശിന് പോലും ഓർമ്മയുണ്ടാവില്ല. അവസാനം പോകുന്നൊരു യാത്രയുണ്ട് അങ്ങോട്ടേക്ക്. ഒറ്റ കോടിയേ തരുള്ളൂ. ഈ ശാഖക്കാർ കൊണ്ടുവന്ന്, ആലയിലെ ശാഖക്കാർ കൊണ്ടുവന്ന് ഒരു മഞ്ഞക്കോടി പതിപ്പിക്കും. പാർട്ടിക്കാരാണെങ്കിൽ ഒരു ചുവന്ന കോടി പതിപ്പിക്കും. ഈ ഒരു കോടിയേ കിട്ടുള്ളൂ. 10,000-കണക്കിന് കോടി ഉണ്ടായിരുന്ന ജയലളിതയെ ശശികലത ഇങ്ങനെ ഒന്ന് മുട്ടുകയും കൊണ്ട് തട്ടിയുള്ളൂ. ആ 10,000 ജോഡി ചെരുപ്പടക്കമുള്ള സകലതും പോയി കോടികൾ, അല്ലേ? അപ്പം മനുഷ്യൻ്റെ ജീവിതം ക്ഷണികമാണ്. നിങ്ങളത് ആനന്ദിക്കുക, ആഘോഷിക്കുക, അല്ലേ? ഇപ്പൊ വേണ്ട, വിരുന്നുകാർ വരട്ടെ, ആ നല്ല പാത്രത്തിലൊക്കെ എടുത്ത് ചോറുണ്ടെന്നേ. നമ്മൾ ജീവിക്കാണ്ട് ഇത് ആർക്ക് വേണ്ടിയിട്ട് ഈ കരുതി വയ്ക്കണത്? ഞാനിപ്പോൾ ആലോചിക്കും, എൻ്റെ അനുഭവത്തിൽ എന്ന് പറയണേ, കല്യാണം കഴിഞ്ഞ് അച്ഛനുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, അവരെയൊക്കെ ഭംഗിയായിട്ട് അമ്മായി അച്ഛനെ, അമ്മായി അമ്മ എല്ലാവരെയും നോക്കി. ഇപ്പം മക്കൾക്ക് മൂത്ത മകന് 37 വയസ്സായി, രണ്ടാമത്തേന് 29 വയസ്സായി. പഠിപ്പിച്ച് കല്യാണം കഴിച്ച് ഇപ്പം അവരൊക്കെ പ്രസവിക്കാനായിട്ട് 2 പേര് തയ്യാറായിയൊക്കെയാണ്. ഒരു പേരക്കൊച്ചും ഉണ്ടോ എനിക്ക്, അല്ലേ? അപ്പം ഇപ്പം എൻ്റെ മൂത്ത മോനേടൊക്കെ പറയും, അമ്മ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ ടൂർ പോട്ടാണ്. അപ്പം ഞാൻ ആലോചിക്കും, ഇപ്പം കാലുവേദനയുണ്ട് ഇടക്കൊക്കെ. മറ്റേ SNDP-കാർ സ്നേഹത്തോടു കൂടി ചെല്ലുമ്പോൾ ഷീബ ടീച്ചറിന് നാരങ്ങ വെള്ളം, പായസം, ഈ കുടുംബ യൂണിറ്റ് വാർഷികത്തിന് ചെല്ലുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞാൽ ടീച്ചർ ഒരു ഗ്ലാസ് പായസം കുടിച്ചിട്ട് പോകും. അപ്പം അത് നിരസിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇന്നലെയും കുടിച്ചു ഒരു പായസം. അങ്ങനെ പായസവും നാരങ്ങ വെള്ളയും ചായവും ഒക്കെ സ്നേഹത്തോടു കൂടി കുടിച്ച് എനിക്ക് ഷുഗറും ഉണ്ട് ചെറുതായിട്ട്. അപ്പം ഞാൻ പറയണത്, ഇപ്പം ആലോചിക്കുമ്പോൾ ജീവിതത്തിലെ നല്ല കാലങ്ങളൊക്കെ ഏതാണ്ട് 60 വയസ്സ്, ഷഷ്ടിപൂർത്തിയും കഴിഞ്ഞു. ഇനി എപ്പോഴാണ് ഒന്ന് ഓടാൻ പറ്റുന്നത്? ഇനി എപ്പോഴാണ് ഇങ്ങനെ അടിച്ചു പൊളിക്കാൻ പറ്റുന്നത്? അപ്പം ജീവിതത്തിലെ നല്ല കാലം മുഴുവൻ നമ്മൾ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, അല്ലേ, ഒക്കെ ജീവിച്ചു. നമുക്ക് വേണ്ടി ജീവിക്കാൻ ഒരല്പം സമയം നമ്മൾ കരുതി വെച്ചോ? ഭാര്യയും ഭർത്താവും കൂടി നമ്മുടെ നല്ല